നമ്മുടെ ഈ സമസ്ത മേഖലകളിലും നടക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിനുള്ളിൽ ഇന്നലകളിൽ നടന്ന ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവൻ അതിനകത്ത് ഇത്രയേറെ രോഷാകുലനായി എനിക്കെതിരെ പ്രതികരിക്കാൻ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇവൻ അപ്സരയെ തോപ്പിക്കണം. ബിഗ് ബോസ് മത്സരാർത്ഥിയും സീരിയൽ നടിയുമായ അപ്സരയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി അഖിൽ മാരാർ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഓഡിയോ സന്ദേശം അയക്കുകയുമായിരുന്നു. ആൽബിയെ അടിക്കുമെന്നും കൊല്ലുമെന്നും ഒക്കെയായിരുന്നു അഖിൽ മാരാരുടെ ഭീഷണി. മാത്രമല്ല വളരെ മോശമായ ഭാഷയിൽ അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെയാണ് അഖിൽ മാരാർ ആൽബിയോട് സംസാരിക്കുന്നത്. ആൽബിയെയും അപ്സരയെയും മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അഖിൽ മാരാർ അധിക്ഷേപിക്കുന്നുണ്ട്. അപ്സരയുടെ ഭർത്താവ് ആൽബി ഫ്രാൻസിസ് ഒരു അഭിമുഖത്തിനിടെ നടത്തിയ പരാമർശമാണ് അഖിലിനെ ചൊടിപ്പിച്ചത്. ബിഗ് ബോസ് ഷോയിൽ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ മത്സരാർത്ഥികളായ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ടെന്നും അത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന സ്ത്രീകൾക്ക് ഷോയിൽ അവസരം നൽകാറുണ്ടെന്നും ഒപ്പം ഷോയിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ ഷെയർ വാങ്ങാറുണ്ടെന്നും അഖിൽ മാരാർ ആരോപിച്ചിരുന്നു. അങ്ങനെ ഒന്നുണ്ടോ എന്നുള്ള അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു ആൽബി ഫ്രാൻസിസ് പ്രതികരിച്ചത്. അഖിൽ മാരാർ അങ്ങനെ ആയിരിക്കുമെന്നും അല്ലെങ്കിൽ അതൊക്കെ വ്യക്തമായി ആരൊക്കെയെന്ന് അഖിൽ പറയണമെന്നുമാണ് ആൽബി പറയുന്നത്. ഈ അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെയാണ് അഖിൽ മാരാർ ആൽബിയെ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും. ഇതിനെതിരെ ആൽബി ഒരു പോസ്റ്റും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ബിഗ് ബോസിലെ രാജാവെന്ന് പറയുന്നയാൾ തന്നെ വീട്ടിൽ വന്ന് അടിക്കുമെന്നും കൊല്ലുമെന്നും പറഞ്ഞുവെന്നാണ് ആൽബി പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത്. ഇതിന് പിന്നാലെ അഖിൽ മാരാർ ഒരു ഫേസ്ബുക്ക് വീഡിയോയും പങ്കുവച്ചു. ശോഭ വിശ്വനാഥ് നൽകിയ കേസിന്റെ ചോദ്യം ചെയ്യൽ ഇന്നലെയായിരുന്നുവെന്നും ചോദ്യം ചെയ്ത പോലീസ് പോലും തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞതായും അങ്ങനെ കമന്റുകൾ വന്നാൽ കേസെടുക്കേണ്ടി വരുമെന്നും പോലീസ് പറഞ്ഞുവെന്നുമാണ് അഖിൽ പറയുന്നത്. പിന്നീടാണ് ആൽബി ഫ്രാൻസിസിനെയും അപ്സരയെയും കുറിച്ച് അഖിൽ മാരാർ സംസാരിക്കുന്നത്. ആൽബി പറയുന്നത് കേട്ടാൽ ചെകിടടിച്ചു പൊട്ടിക്കാൻ തോന്നിയെന്നും ആൽബിക്ക് അപ്സരയെ തോൽപ്പിക്കണമെന്നാണ് ഉള്ളതെന്നും അതിനായി ആരുടെയൊക്കെയോ കയ്യിൽ നിന്നും ആൽബി പണം വാങ്ങിയിട്ടുണ്ടെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. അങ്ങനെ അപ്സരയെ തോൽപ്പിക്കാൻ വേണ്ടി അപ്സര ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തായി എന്ന പോസ്റ്റ് ഇട്ടെന്നും അപ്സരയുടെ വോട്ട് മറിക്കാനുള്ള പണിയാണ് ആൽബി കാണിക്കുന്നതെന്നും അഖിൽ മാരാർ ആരോപിക്കുന്നു. അപ്സരയെ തോൽപ്പിക്കണം, ഇവൻ അപ്സരയെ തോൽപ്പിക്കണമെന്ന് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ആ പാവപ്പെട്ട പെൺകൊച്ചിനെ തോൽപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഒരുത്തനാണ് ഇവൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് ഇവൻ ഈ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഇവനെ കയറി വിട്ട സമയത്ത് ഇവൻ അതിനകത്ത് കിടന്ന് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഞാൻ കണ്ടു. എന്നാൽ താൻ അറിഞ്ഞ ചില വിവരങ്ങൾ വെച്ചാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നും വോട്ടിംഗ് കുറവാണെങ്കിൽ അപ്സര പുറത്താകാൻ ചാൻസ് ഉണ്ടെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും ഇതിന് മറുപടിയായി ആൽബി പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. അതേസമയം തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ശോഭ വിശ്വനാഥിന്റെ പരാതിയിൽ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തത്. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുവെന്ന് താൻ പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും അതിനെതിരെ പ്രതികരിക്കാത്ത ശോഭ തന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും 4ാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ശോഭയ്ക്ക് അവകാശപ്പെട്ടത് താൻ തട്ടിയെടുത്തു എന്ന് പകയാണ് കൊണ്ടു നടക്കുന്നതെന്നും ഇതല്ല ഇതിനപ്പുറവും നാളെ ശോഭ തനിക്കെതിരെ ആരോപിക്കുമെന്നും അഖിൽ പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.